പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു ദൈവപൈതലിൻ്റെ ശ്വാസോച്ഛ്വാസവും അതേസമയം തന്നെ ഭക്ഷണവുമാണ്. പ്രാർത്ഥനാ ജീവിതം ഏതെങ്കിലും വിധത്തിൽ സൂക്ഷിച്ചു പോയാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതവും അതിന് അനുബന്ധിച്ച് നിൽക്കുന്ന നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ ക്ഷയം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം അവൻ്റെ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതവും അപകടത്തിലാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ വലിയ വലിയ വെല്ലുവിളികളാണ്. പ്രഭു പ്രഭു, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കത്തില്ലേ, പ്രഭു പ്രഭു, ഞങ്ങൾ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 27-28 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യം എക്കാലവുമുണ്ട്. അപ്പോൾ കൃഷിക്കാരൻ ഉടമസ്ഥൻ, പാടശേഖരത്തിൻ്റെ ഉടമസ്ഥൻ ഒരു മറുപടി പറയും, അത് ശത്രു ചെയ്ത പണിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വിളകൾക്കിടയിലെ കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രു. സഭ വളരാതിരിക്കാൻ, സഭയുടെ ആത്യന്തികമായ അടിസ്ഥാന നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കിക്കൊണ്ട് ശത്രു ഇങ്ങനെ കളകൾ വിതച്ചുകൊണ്ടേയിരിക്കും. ഇത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാനിത് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതി മലയാളത്തിലെ ഒരു പത്രത്തിലെ ഒരു വാർത്ത ഇതാണ്: ഭക്ഷണവും ലൈംഗികതയും പാപമല്ല, മാർപ്പാപ്പയുടെ പടവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് തോന്നും ലൈംഗികത, അപ്പോൾ എങ്ങനെയും ജീവിക്കാം ഇവിടെ. 2 ഭാര്യയോ 3 ഭാര്യയോ, ഗർഭചിത്രമോ, വ്യഭിചാരമോ, ഉപേക്ഷിക്കലോ, ആത്മഹത്യയോ, അതിനുശേഷം വേറെ ഒരുത്തിനെ കല്യാണം കഴിക്കണതോ, ഇങ്ങനെ എന്ത് ലൈംഗിക വൈകൃതവും ചെയ്ത് കൂട്ടാം. അതൊന്നും പാപമല്ല എന്നുള്ള ധാരണ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെ വിവാദമാകും ഇടക്ക്. ഈ കാലഘട്ടമാണ് ഇതുപോലെ വത്തിക്കാനെ കരുവാക്കിക്കൊണ്ട് വിവാദ വ്യവസായങ്ങൾ കൊഴുപ്പിക്കുകയും മാധ്യമങ്ങൾ ഇതുപോലെ കളകൾ വിതച്ചിട്ട് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ആത്മനാശത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശത്രുവിൻ്റെ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13:27 പറയുന്നത്, പ്രഭു പ്രഭു, അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പ പറഞ്ഞത് ലൈംഗികത അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കാര്യം ഒരു വംശം ഇവിടെ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ ശക്തിയാണ് കൈമാറ്റം. ആ സന്തോഷത്തിന് കാരണമായതുകൊണ്ട് വംശം നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഭക്ഷണം അതുപോലെ തന്നെയാണ്. ഫിച്ചുറ എന്നുള്ള അദ്ദേഹത്തെ കാർലോ പെട്രോയുടെ ഒരു ബുക്കാണത്. അതിൽ ക്രോഡീകരണമാണത്, മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിൻ്റെ. അതിൽ നിന്ന് ചില ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഈ ആസ്ഥാനത്ത് അത് ഉദ്ധരിച്ചിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ. അതാണ് ഈ പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് ആ മാധ്യമം ചെയ്ത പരിപാടിയാണ് എന്നല്ല പറയണത്, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണെന്നല്ല പറയണത്, അത് ശത്രു ചെയ്ത പണിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ സഭ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, വിശ്വാസം ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടനെ വിവേചിച്ച് മനസ്സിലാക്കണം. കാര്യം നമുക്ക് 2 പറച്ചിലില്ല. അപ്പോൾ വിശ്വാസം ഉടനെ മനസ്സിലാക്കണം, ഇത് ശത്രു ചെയ്ത പണിയാണ്. വിശ്വാസിയെ വഴി തെറ്റിക്കാൻ വേണ്ടി
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാലം മുതൽ നമുക്കറിയാം, പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് മരിക്കാൻ പോകുന്ന ഒരു ചോര വിയർക്കണ ഒരു നിമിഷം ബൈബിളിലുണ്ടല്ലോ. ചോര വിയർക്കണ നിമിഷം. ആ ചോര വിയർക്കണ നിമിഷങ്ങളിൽ പോലും അപ്പോസ്തലന്മാർ ഉറക്കമായിരുന്നു. ഇപ്പം ശരീരത്തിൻ്റെ ഒരു അവശത ഇതൊക്കെ മനസ്സിലാകും. അതായത് കർത്താവ് മരണകരമായ വേദന അനുഭവിക്കുന്ന ആ നിമിഷം അത് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവശത. ഇതാണ് ശരീരം. കർത്താവ് വന്ന് പറഞ്ഞതിന് ശേഷവും ശരീരം അനുസരിക്കണില്ല. അപ്പോൾ കർത്താവ് അതിന് സമാധാനം പറയും. എന്താണ് പറയണത്? ആത്മാവ് സന്നദ്ധമാണ്. അപ്പോസ്തലന്മാരെ നീതീകരിച്ചുകൊണ്ടാണ് ആ ദൈവസ്നേഹം അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മനസ്സിലാക്കുന്നത് പോലെയാണ്. ഈശോയുടെ ഒരു രീതി അതാണ്. ശരീരം ഇത്രയും ബലഹീനമായതുകൊണ്ട് ദൈവത്തിനെ കുറച്ച് മനസ്സിലാക്കൽ ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം വാക്യത്തിലെ 38-ാമത്തെ തിരുവചനം, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. അതാണ് സംഭവം. ആത്മാവ് സന്നദ്ധമായാലും, ഞാനതിനെ ഇങ്ങനെയാണ് വായിച്ചത്, അതായത് ആത്മാവ് സന്നദ്ധമായാലും ശരീരം ബലഹീനമാണെങ്കിൽ കട്ടപ്പുക, ഒന്നും ചെയ്യാനില്ല. ആത്മാവ് സന്നദ്ധമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലേ, ഒരു കാര്യമില്ല. ശരീരം ബലഹീനമാകത്തോളം കാലം ആധ്യാത്മികത ഇവിടെ വിലപ്പോകത്തില്ല, ഉറങ്ങും. കർത്താവിൻ്റെ മരണകരമായ വേദന അവൻ അനുഭവിക്കുമ്പോൾ അതിൻ്റെ അടുത്തിരുന്നൊരു കുറുക്കം വലിച്ച് ഉറങ്ങണം എന്ന് പറയണത് എന്തൊരു ഏർപ്പാടാണത്. പക്ഷെ വാട്ട് ഈസ് സോ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടും ഈശോ സഭ മുഴുവനും ആദ്യകാലം മുതലേ അതുകൊണ്ട് തന്നെ ശരീരത്തെ കൂടി ശക്തീകരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധ ചെലുത്തി. എന്താണ്? ആത്മാവ് സന്നദ്ധമായ മാത്രം പോരാ, ശരീരവും സന്നദ്ധമാകണം. ശരീരവും സന്നദ്ധമാകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥനയും പ്രാർത്ഥനാ ചര്യകളുടെയും ഒരു ലക്ഷ്യം. എല്ലാ ലക്ഷ്യവും ഞാൻ പറയണില്ല. ശരീരം കൂടി ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും സന്നദ്ധമാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ അപ്പോസ്തലന്മാരെന്താ ഉറങ്ങിയത്? അസ്ഥാനത്ത് ആ സമയത്തും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയതാണത്. കാര്യം അന്ന് സാബത്തായത് കാരണം, അന്ന് പെസഹ ആയത് കാരണം അവർ, സാബത്തല്ലേ, അന്ന് പെസഹ ആയത് കാരണം അവർ സന്ധ്യക്കാണ് ഭക്ഷണം കഴിക്കണത്. ഉച്ചക്ക് ഉപവാസമാണ്. ഒറ്റടിക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഭക്ഷണം ദഹിപ്പിക്കണ സമയമായപ്പോൾ ശരീരത്തിൻ്റെ ഈ ശരീരത്തിലുള്ള ബ്രെയിനിലുള്ള മുഴുവനും കറണ്ട് പത്രോസിൻ്റെ ആമാശയത്തിലേക്ക് പോയതാണ് പ്രശ്നമായിപ്പോയത്. അവിടെ ഉള്ള ചപ്പാത്തിയൊക്കെ ദഹിപ്പിക്കണ്ടേ. അപ്പം ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പത്രോസ് ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. അതിനൊരു ശാസ്ത്രീയമായൊരു വശമാണ്. മനഃപൂർവ്വം ഉറങ്ങിയല്ല അവൻ. അത് ബയോളജിക്കൽ പ്രോസസ്സിൽ അവൻ്റെ ബ്രെയിനിലുള്ള മുഴുവനും കറണ്ട് 10 വോൾട്ടല്ലേ ഉള്ള ആകപ്പാടെ. ഈ സാധനം ആമാശയത്തിലേക്ക് പോയി ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി. ആ സമയത്ത് ബ്രെയിൻ നിർജീവമായി പോയി, പ്രവർത്തനരഹിതമായി പോയപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഉറങ്ങത്തില്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഭക്ഷണം ഒരു വിഷയമാണ്. ശരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയവും ഒരു വിഷയമാണ്. പ്രാർത്ഥനാ സമയവും ഭക്ഷണ സമയവും അടുത്തടുത്ത് വന്നാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ വരുന്ന ചെറിയൊരു പ്രശ്നം അതാണ്. ചില അവർ ഭക്ഷണം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കും പക്ഷേ വളരെ ബുദ്ധിയുള്ള കുടുംബങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണത്തിന് മുമ്പേ പ്രാർത്ഥിക്കും. അവർക്കറിയാം ഭക്ഷണം കഴിഞ്ഞാൽ ഉറക്കം വരുമെന്ന്. ഭക്ഷണത്തിന് മുമ്പേ കാര്യം അതിരിക്കുന്ന ബയോളജിക്കലായിട്ടുള്ള വിഷയമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പാണെങ്കിലും പ്രാർത്ഥനയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതത്തിനെ ശക്തിപ്പെടുത്തേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഭക്ഷണവും ഭക്ഷണകാലവും ഒക്കെ ക്രമീകരിക്കേണ്ടി വരും. അത് സഭയുടെ അനാദികാലം മുതലുള്ള നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണത്.
അതിനെതിരെ എന്തോ മാർപ്പാപ്പ പറഞ്ഞെന്നാണ് ഇപ്പോൾ ഒരു ധാരണയാണ് ചിലരുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗലാത്യ ലേഖനം 5:17 പറയും, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആത്മാവിന് എതിരാണ്. എന്ത് വ്യാപാരമായാലും, ഭക്ഷണമായാലും ലൈംഗികതയായാലും എന്ത് വ്യാപാരമായാലും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഗലാത്യർ 5:7 ആത്മാവിന് എതിരാണ്. അപ്പം ഇത് ശാശ്വതമായൊരു സത്യമാണ്. ഇപ്പം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ ക്രമീകരിക്കാതെ ആധ്യാത്മികമായിട്ട് വളരുന്നതിന് പരിമിതികളുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ജഡവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ എന്നെ പ്രത്യേകമായി ഈ ആരാധനയിലൂടെ ദിവ്യകാരുണ്യമേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു അപ്പോസ്തലൻ ലൈംഗിക വിഷയം, കുടുംബജീവിതത്തിലുണ്ടാകുന്ന ലൈംഗിക വിഷയം, അതാണ് പെർമിസിബിളായിട്ടുള്ള വംശീയ നിലനിൽപ്പിന്, മനുഷ്യൻ്റെ സ്നേഹം കൈമാറാനും കുടുംബം നിലനിർത്താനുമുള്ള ഐക്യത്തിൻ്റെ ഒരു ശക്തി, ഒരു ശക്തി, പല ശക്തികളിലൊരു ശക്തി. അതും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എന്നാ പറയണത്, കുടുംബജീവിതക്കാരാണെങ്കിലും ശാരീരികമായ വിഷയത്തിൽ നിങ്ങളെ മനസ്സ് മറന്നു പോകരുത്. പ്രാർത്ഥനയുടെ ആവശ്യം വരികയാണെങ്കിൽ, കുടുംബജീവിതക്കാരാണെങ്കിലും ഭാര്യയും ഭർത്താവും ആണെങ്കിലും പ്രാർത്ഥനയുടെ ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ ഒന്ന് കുറഞ്ഞ 7:5 ഒന്ന് കുറഞ്ഞ 7:5 ആദിമസഭയ്ക്ക് നൽകിയ ഉപദേശമാണ്, അപ്പോസ്തലിക ഉപദേശമാണ്. ഇതൊന്നും ഒരിക്കലും മാറത്തില്ല. ഏത് മാറപ്പാപ്പ വന്നാലും മാറിയാലും ആദ്യകാലങ്ങളിൽ കർത്താവിൻ്റെ വചനം അപ്പോസ്തലന്മാർ പറഞ്ഞു ഒന്നും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് തോന്നിപ്പോവും, എന്തോ സഭയിൽ പുതിയ എന്തോ ഒരു പഠനം വന്നുപോയി, പണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എന്തോ ഈ നമ്മുടെ മാർപ്പാപ്പ പറയുന്നുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്ക് ഉള്ളത്. ഇങ്ങനെ അതുകൊണ്ടാണ് തിരുത്തേണ്ടി വരണത്. ഇതെല്ലാം ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യമുള്ള കാര്യമാണ്. എന്താണ്, കുടുംബജീവിതക്കാരാണെങ്കിൽ പോലും ചില സമയത്ത് സംയമനം പാലിക്കേണ്ടി വരും, പരസ്പരമുള്ള ധാരണയോടുകൂടി. ഇത് മനോഹരമാണ് ആ ഉപദേശങ്ങളൊക്കെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഭാര്യയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ചില ഭാര്യമാരുണ്ട് ഭർത്താവുമായിട്ട് യാതൊരു ശാരീരിക ബന്ധത്തിനും സമ്മതിക്കത്തില്ല. അവരുടെ ഉദ്ദേശം അയാളെ ഒന്ന് നിലക്ക് നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ്, ഇവരുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരികയാണ്.
അവരെന്നാ ചെയ്യണം അതിന്? എവിടെയെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിന്നെ അവർ മുഴുവനും ലോകം മുഴുവനും വിട്ട് ദൈവത്തിലായെന്നുള്ളൊരു വേഷം എടുക്കും. അപ്പോഴെന്നാ പറ്റും? ഭർത്താക്കന്മാർക്ക് എന്ത് തോന്നും? ധ്യാനകേന്ദ്രങ്ങളോട് വെറുപ്പ് തോന്നും. അവിടെ നിന്ന് വന്നിട്ടാണല്ലോ ഇവിടെ ഈ വിഷം വീട്ടിൽ കാണിക്കണമെന്ന് വിചാരിക്കും. ഇപ്പം അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. അങ്ങനെയൊരു, അതായത് കുടുംബജീവിതത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ശാരീരികമായ സംയമനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം കൺസെൻറ്റ് വേണമെന്നാണ് കർത്താവിൻ്റെ സഭയുടെ നിലപാട്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഭർത്താവിന്, ഇപ്പോൾ ചിലർ എന്നോട് വന്ന് സങ്കടമായിട്ട് പറയും, അച്ഛാ എൻ്റെ ഭർത്താവിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം, ഞങ്ങളെ ശാരീരികമായി ജീവിച്ചിട്ട് 7 മാസമായെന്ന്. അപ്പോൾ എന്നോട് അത് ഒരു വൈദികനോട് കാണുമ്പോൾ അത് പറയണമെങ്കിൽ അവരെന്തുമാത്രം സങ്കടം അവർ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവത്തെ പ്രതിയാണ് ആത്മവിശുദ്ധിയോടെ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയം വരുമ്പോഴേ അവർക്ക് അവരുടേതായിട്ടുള്ള ശാരീരികമായ ചോദനകൾ വരും, ഇല്ലേ? അത് പുരുഷനുണ്ടാകും, സ്ത്രീക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുകയാണെന്ന് പറയും. ഇപ്പോൾ 1 കൊരിന്ത്യർ 7:9 നമ്മൾ വായിക്കണം. 1 കൊരിന്ത്യർ 7:9 വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണെന്ന് പറയും. എന്നിട്ട് പൗലോസ് പിന്നെയും പറയാൻ ഒരു കാര്യം കൂടി പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 കൊരിന്ത്യർ 7:28 നമ്മൾ വരുമ്പോഴേ പൗലോസ് പറയും, വിവാഹിതർക്ക് ലൗകിക ക്ലേശങ്ങളുണ്ടാകും എന്ന് പറയും. അപ്പം നമ്മളവർക്ക് ജീവിത പ്രശ്നമാണെന്ന്. ജീവിത പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഓരോ തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. വിവാഹിതർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ എന്ത് വേണ്ട? 1 കൊരിന്ത്യർ 7:28 അത് നമ്മൾ ഈ 1 കൊരിന്ത്യർ 7:9 കണക്ട് ചെയ്യുന്നതാണ്. വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ ഈ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. വിവാഹത്തൊക്കെ ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉദ്ദേശം, ഇതെല്ലാം ഒരാളല്ലേ പറയണത്, ഒരേ ലേഖനത്തിലല്ലേ പറയണത്. ഇപ്പം എന്താ പറയണത്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആവശ്യത്തിനു വേണ്ടി വിവാഹിതരും കുടുംബജീവിതം അനുഭവിക്കുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവരെ ശാരീരികമായ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി ശാരീരികമായ സംയമനം, അത് ഭക്ഷണകാര്യത്തിലായാലും ശരി ലൈംഗിക കാര്യത്തിലായാലും ശരി ഒരു പരിധിവരെ ആവശ്യമാണെന്നുള്ള സൂചനയാണ് ആദിമസഭയുടെ ആധ്യാത്മിക അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി രണ്ടുപേരും പരസ്പരം ധാരണയോടുകൂടി കുറച്ചു കാലത്തേക്ക് സംയമനം പാലിക്കാവുന്നതാണ്. എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥനയുടെ ആവശ്യം. എന്താ കാര്യം? ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും അരാജകത്വം, ലൈംഗിക അരാജകത്വത്തിലൂടെ ആത്മാവിനെ പടയപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി പരിശുദ്ധ പിതാവിൻ്റെ വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ശത്രുപക്ഷത്ത് ചേരരുത്. അതാണ് ഇത്രയും കൃത്യമായിട്ട് സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം. ഇതിങ്ങനെ കുറേ സമയത്തിങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കാരണം ഇതിങ്ങനെ പെട്ടെന്ന് വല്ലാണ്ട് ഇങ്ങനെ പ്രചരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകളും ദുർവ്യാഖ്യാനങ്ങളും മൂലം എന്താ സംഭവിക്കുന്നത്? ആത്മീയത എല്ലാ തരത്തിലും പ്രധാനമുള്ളതാണ്. അതിലെന്താ ഉൾപ്പെട്ടിരിക്കുന്നത്? അത് ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ.
പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ 1 തിമോത്തി 4:7 വചനമുണ്ട്. അതായത് ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ഈ ശാരീരികമായ സംയമനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊരു പരിശീലനമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ശാരീരികമായ സംയമനം പാലിച്ചുകൊണ്ട് അതെന്താണ്, പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പ്രാർത്ഥനയുടെ ആവശ്യത്തിന് നമ്മൾ നേരത്തെ കണ്ടത്, പ്രാർത്ഥന ആവശ്യത്തിന് വേണ്ടി ഇതുപോലെ ദൈവശക്തിയിൽ പരിശീലനം നേടണം. അത് ശാരീരികമായ സംയമനം ഉപയോഗിച്ചുകൊണ്ട്. അതിന് താഴെ ഒരു വചനമുണ്ട് 4:8. എന്താണ്? ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. 1 തിമോത്തി 4:8. അപ്പം ക്രിസ്തീയ ആധ്യാത്മികതയിലെ ഇതുപോലെ യോഗ പോലെയുള്ള ശാരീരിക പരിശീലനങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ, നമ്മുടെ അച്ഛന്മാർ തന്നെ ചില ആൾക്കാർ നമ്മുടെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കും. ഒരു ബന്ധമില്ല. ബന്ധം ഉണ്ടാക്കുന്നത് അതിൻ്റെ തൊഴിലാളികളാണ്. അത് പ്രചരിപ്പിക്കണമെന്ന് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ക്രിസ്തീയ ആധ്യാത്മികമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി കുറച്ച് അത്യുത്സാഹം കാണിക്കുന്നത്. അതായത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ചത് ഏകാഗ്രത പോലെയുള്ള കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആധ്യാത്മികത എല്ലാത്തിലും വിലയുള്ളതാണ്. നമ്മുടെ ആധ്യാത്മികത എന്ന് പറയണത് എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? അത് ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ആധ്യാത്മികത നിൽക്കുന്നത്. അതിന് ജിംനേഷ്യം കൊണ്ടൊന്നും നടക്കത്തില്ല. നിത്യതയും ജിംനേഷ്യമായിട്ടൊരു ബന്ധമില്ല. ശ്വാസം വലിച്ചു വിടുന്നതും ശ്വാസം അകത്തോട്ട് കയറ്റുന്നതും ഒന്നും അതൊക്കെ ഏകാഗ്രതയ്ക്കൊക്കെ, പക്ഷെ നിത്യതയുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. അപ്പം ആരും ആവശ്യമില്ലാത്ത ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഷുഗറോ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതുപോലെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. അതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണത്. അല്ല ആധ്യാത്മികമായിട്ട് അനുഭവം യാതൊരു ബന്ധവുമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഈ ശാരീരികമായ സമീപനമൊക്കെ പാലിച്ച് പ്രാർത്ഥനയിൽ വളർന്ന് നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ കൊണ്ട് വീണു പോകരുത്. ആ പൗലോസ് അപ്പോസ്തലൻ പറയണത് നിൽക്കുന്നുവെന്ന് വിചാരിക്കണം. ശ്രുതികടെ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:7. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീണു പോകാതിരിക്കട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. 1 കൊരിന്ത്യർ
10:12 നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ. ഇതുപോലെ നമ്മളെ വീഴ്ത്തി കളയുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ചില സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോഴേ പഠന പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്തും ജനങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു സമയത്താണ് ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ വ്യഭിചാരത്തെക്കുറിച്ചുമൊക്കെ വചനം പറയണത്. അവർക്കെന്ത് സംഭവം, അതായത് ഇതെല്ലാം അസ്ഥാനത്ത് ചെയ്താൽ. ഇപ്പോൾ പണ്ട് മനുഷ്യൻ എന്താണ്, സ്ലോ ഫുഡാണ് ഉണ്ടാക്കിയത് അല്ലേ? 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. ഇന്ത്യൻ രീതിയല്ല, പാശ്ചാത്യ രീതി. 2.5 മണിക്കൂർ. അപ്പോൾ അമിതമായ പ്രാധാന്യമാണ് വന്നത്. 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് അത്താഴം കഴിക്കും മനുഷ്യൻ. ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയമാണ്. അപ്പം അതിനെതിരെ ഒരു മുന്നേറ്റം നമ്മൾ ഫാസ്റ്റ് ഫുഡ് വന്നു. ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്താണ്. നമ്മുടെ ഇന്ത്യൻ രീതി കുറച്ചുകൂടി മെച്ചമാണ്. നമ്മൾ നമ്മുടെ രീതികളിൽ അഭിമാനിക്കണം. ഭക്ഷണത്തിന് അതിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ, ഓവറായിട്ടൊരു പ്രാധാന്യമില്ല. ഒരു 15-20 മിനിറ്റ്. കാരണം ഇതൊരു ആഘോഷമാണ്. ഇതിനു വേണ്ടി ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ രീതികൾ സമയം എടുക്കുന്ന സമയം കണ്ടു കഴിഞ്ഞാൽ ഇവർ തന്നെ സ്ലോ ഫുഡ് ഉണ്ടാക്കി, അവർ തന്നെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി. ഇത് നമ്മളായിട്ട് ഇതിൻ്റെ ബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, ഒന്ന് കൊരിന്ത്യർ 10:7 അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്, തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെപ്പറ്റി എഴുതിയിരിക്കുന്നു. അവരെ ചെറു വ്യഭിചാരം ചെയ്ത പോലെ നമ്മളൊരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവർ ചില ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ അസ്ഥാനത്തും അമിതമായി ഉപയോഗിക്കുമ്പോൾ പഴയ കാല ജനതകളെ പോലെ നമ്മൾ ജഡിക തുല്യരായിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ 1 കൊരിന്ത്യർ 10:7 അതായത് തിന്നാനും കുടിക്കാനുമായി ഇരിക്കുന്നു, നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുന്ന ജനം. ജീവിതത്തിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ 23,000 പേരും പിന്നെ സർപ്പദംശനം ഏറ്റു മരിച്ചൊരു വേറെയും. അപ്പോൾ ഇതിനൊന്നും അമിതമായി ഇത് അതായത് നമ്മൾ ആ പത്രത്തിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും എപ്പോൾ വേണമെങ്കിലും തിന്നാം, എപ്പോൾ വേണമെങ്കിലും കുടിക്കാം, നൃത്തം ചെയ്യാം, വ്യഭിചരിക്കാം, എന്തും ചെയ്യാമെന്ന് തോന്നും. ഇതെല്ലാം മാർപ്പാപ്പ പറഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം ഇതാണ്. അത് നമ്മളെല്ലാം ഇതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞവരാണ്. ദൈവത്തെ അറിയാത്ത വിജാതിയർ ചെയ്യുന്ന എല്ലാ പേക്കൂത്തുകളെയും വിട്ടും വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ആദിമസഭ യേശുവിനെ വിശുദ്ധീകരിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ശാരീരിക സമീപനത്തോടു കൂടി അവരെ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്തത്. ആ ചൈതന്യം കളഞ്ഞ് അതിന് വിലയില്ലാണ്ടാക്കി തീർക്കുന്ന പല തരത്തിലുള്ള കളകൾ ഓരോരോ കാലത്തും ഇതുപോലെ വിതക്കപ്പെടുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ജാഗ്രതയുള്ളവരാകണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 1 Corinthians 9:26 ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. വിശ്വാസി ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ശാരീരിക നിയന്ത്രണവും അതുപോലെയുള്ള ആത്മസംയമനങ്ങളും പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി സഭ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാവരെയും നേടിയ ഞാൻ തന്നെ വീണു പോകാതിരിക്കാൻ വേണ്ടി അപ്പോസ്തലൻ വ്യക്തിപരമായ ജീവിതത്തിൽ നിർവഹിക്കുന്ന സത്യസന്ധമായ ആധ്യാത്മികതയാണ് ആദിമസഭ നമുക്ക് കൈമാറി നൽകണത്. അതായത് എപ്പോഴും ആത്മസംയമനവും ശാരീരിക സംയമനവും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ട്, പ്രാർത്ഥനാ ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. നമ്മളെ അതിൽ നിന്ന് അടർത്തിയിട്ട് എന്തും ആകാം, ആരുമായിട്ടും ആകാം, ഗേ സെക്സും ആകാം, സ്വയംഭോഗമാകാം, വ്യഭിചാരമാകാം. ഇതെങ്ങനെ കയറൂരി വിട്ടിരിക്കണ പോലെയുള്ള പ്രതീതിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കണത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിശ്വാസിക്ക് ഒരു അങ്കലാപ്പുണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പൗലോസപ്പോസ്തലൻ പറഞ്ഞ കണ്ടില്ലേ, ഞങ്ങൾ ഇടിക്കുന്നത് വായുവിലല്ലെന്ന്, മൂക്കിൽ നോക്കിയാൽ ഇടിക്കണം. ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നേറുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താ? നിത്യതയാണ്. നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഈ ജീവിതവും വരും, നിത്യജീവിതവും വരും. ആ നിത്യജീവൻ നേടാൻ വേണ്ടിയാണ് പലപ്പോഴും ഇതുപോലെയുള്ള ആത്മസംയമനങ്ങളും പ്രത്യേക പ്രവൃത്തികളും. ആത്മാവ് സന്നദ്ധമാണെന്ന് പറയുന്ന ഈശോ പറഞ്ഞ് ശരീരം ബലഹീനമാണ്. അപ്പം അതിനർത്ഥം എന്താണ്? മർക്കോസിൻ്റെ 16:38 ശരീരം ബലഹീനമായിരിക്കുന്നിടത്തോളം കാലം ആത്മാവ് സന്നദ്ധമായിട്ടൊരു കഥയുമില്ല. അതൊക്കെ തത്വത്തിൽ അംഗീകരിക്കണ പോലെ ഇരിക്കും. അപ്പം ബലഹീനമായ ശരീരത്തെ നമ്മൾ ശക്തീകരിക്കേണ്ടി വരും. ബലഹീനമായ ശരീരത്തെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് ആത്മസംയമനവും ഉപവാസവും പ്രാർത്ഥനയും ശാരീരികമായ സംയമനവും എല്ലാം. പക്ഷേ അങ്ങനെ അനുവർത്തിച്ച് ജീവിച്ചു പോകുന്ന മക്കൾ അതിൽ തന്നെ ജീവിച്ച് അതേസമയം തന്നെ അങ്കലാപ്പില്ലാതെ കളകളിങ്ങനെ ഒത്തിരി ശത്രു വിതക്കും. പക്ഷേ അത് ശത്രു ചെയ്ത പണിയാണെന്ന് വിവേചിച്ച് വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ നീ ക്രമീകരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ വീര്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വീര്യപ്പെടുത്തണമെന്ന് കർത്താവിൻ്റെ വചനത്തിലില്ലേ? ഇപ്പം നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ 1 തെസ്സലോനിയൻസ് 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത് എന്നാണ് പറയണത് അവിടെ, അല്ലേ? ശരിയല്ലേ? 1 Corinthians 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് സംഭവം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ ആ വചനം ഒന്ന് അതിൻ്റെ ഷാഡോ വേർഡ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ആത്മാവിനെ നമ്മൾ വീര്യപ്പെടുത്തണമെന്ന് അതിൻ്റെ അർത്ഥം. ആത്മാവിനെ നമ്മൾ വീര്യപ്പെടുത്തണം. ക്രിസ്ത്യ ജീവിതം ആത്മാവിനെ വീര്യപ്പെടുത്തുന്ന ജീവിതമാണ്. അതിനാണ് നമ്മൾ പുണ്യത്തിൽ പുരോഗമിക്കുന്നതും അതുപോലെ തന്നെ ആത്മവിശുദ്ധീകരണ നടപടികൾ ചെയ്യുന്നതും. അത് നിത്യമായ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ജിഹാദുകളാണ് നമ്മൾ കേൾക്കുക. ഈ പരിസ്ഥിതിവാദം പോലെ ഇപ്പോൾ ഒരു പരിസ്ഥിതി ജിഹാദായിട്ടുണ്ട്. പലതരത്തിലുള്ള ജിഹാദ്, ഇപ്പോൾ ലവ് ജിഹാദ്, അങ്ങനെ പല ജിഹാദ് നമ്മൾ കേൾക്കുന്നില്ലേ? ഇപ്പോഴൊരു വർഗമാണ് പരിസ്ഥിതി ജിഹാദുകാർ. അതെല്ലാ ജാതിയിലും ഉണ്ടാവും, എല്ലാ മതത്തിലും ഉണ്ടാകും പരിസ്ഥിതി ജിഹാദ്.
വാ പൊളിച്ച പരിസ്ഥിതിയെ പറയത്തുള്ളൂ. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ മാർപ്പാപ്പനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നിരിക്കുന്നത്. ഇത്തരം ജിഹാദികൾ, പരിസ്ഥിതി ജിഹാദികൾ കുറേ കാലമായിട്ട് ഇങ്ങനെ മാർപ്പാപ്പനെ വട്ടമിട്ട് പറയിപ്പിച്ചിട്ടാണ് ഇപ്പം പരിശുദ്ധ പിതാവാകുമ്പോൾ ഒരു പക്ഷേ ലോകത്തിന് മുഴുവനും പിതാവ് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ പോപ്പിന് പരിസ്ഥിതിയുടെ പ്രവാചകനായി മാത്രം ഉടനെ ബ്രാൻഡ് ചെയ്യും. അപ്പോൾ പിശാച് ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ബ്രാൻഡിങ്ങാണ് വരണതേ. 1000 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അതവർ ബ്രാൻഡ് ചെയ്യത്തില്ല. ഒരു പ്രാവശ്യം പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ അത് ബ്രാൻഡ് ചെയ്യും. അപ്പോഴെന്താണ്? അത് ശത്രു ചെയ്ത പണിയാണ്. അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? അത് ശത്രു ചെയ്ത പണിയാണ്. കാര്യം എന്തെല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് പറയുന്നു, അതൊന്നും മീഡിയ ബ്രാൻഡ് ചെയ്യണില്ല. ഈ പരിശുദ്ധ ജിഹാദികൾ ചെയ്യണത് എന്താണ്? ആ വിഷയം പറയുമ്പോൾ അതിങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും പരിശുദ്ധ പിതാവ് അതിൽ എന്തെല്ലാം വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരണത്. നരകമില്ല, ഒന്നും പിതാവ് പറഞ്ഞതില്ലേ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ഈ 13:27 വളരെ പ്രസിദ്ധമാണ്. പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്. പിന്നെ കളകൾ എങ്ങനെയുണ്ടായി? അത് ശത്രു ചെയ്ത പണിയാണ്. അതാണ് അച്ഛൻ പറയണത്. ശത്രുവിൻ്റെ പണി ഇപ്പോൾ ഇത്തിരി കൂടുതലാണ്. പരിസ്ഥിതി പോലും ഒരു ജിഹാദി ആശയത്തിൽ ചെയ്യുന്നവരുണ്ട്. സഭയ്ക്കൊരു അങ്കലാപ്പ് ഈ വിഷയത്തിലില്ല. കാര്യം അങ്ങനെ അങ്കലാപ്പ് ഉണ്ടാകുന്ന ഒരു വിഷയമല്ല ഇത്. സഭ എത്ര വർഷമായി ഇവിടെ, 2000 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര കാലം, എത്ര വിപ്ലവങ്ങൾ കണ്ട ഒരു സഭയാണിത്. നമുക്കൊരു അങ്കലാപ്പുമില്ല. ഒരു ജിഹാദിനെ കുറിച്ചൊരു അങ്കലാപ്പില്ല. അത് ലവ് ജിഹാദായാലും ഇനി ഓരോരുത്തർ വിഭാവന ചെയ്യുന്ന സ്വന്തം സ്വർഗത്തിന് വേണ്ടി മറ്റുള്ളവൻ്റെ കഴുത്ത് വെട്ടുന്ന പരിപാടിയായാലും ശരി, അങ്ങനെയുള്ള ജിഹാദായാലും ഇതൊന്നും സഭയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ഭയവുമില്ല. കാര്യം എന്താ? ഇത് പത്രോസിൻ്റെ സഭയാണ്. ജയിലറയിൽ പത്രോസിനെ പൂട്ടിയിടുമ്പോൾ, കയ്യിലും കാലിലും പൂട്ടിയിടുന്ന കാലത്ത് സഭ കഥകടച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ആ കഥകടച്ചിട്ടിരുന്ന് സഭ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്ന് ജയിലറ തുറക്കും. പത്രോസ് രാത്രി ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് ഈ പ്രാർത്ഥന മുറിയിലോട്ട് വരും. അതിൻ്റെ കഥകൾ അടച്ചിട്ടിരിക്കുമ്പോൾ തുറക്കുമ്പോൾ അവർ പത്രോസിനെ കണ്ട് ഞെട്ടിപ്പോവും. അതെന്താ? സഭയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മുട്ടും വിരിച്ചു പിടിക്കാനൊരു കൈ ഉള്ളിടത്തോളം കാലം ഒരു ജിഹാദിനെയും നമ്മൾ ഭയപ്പെടത്തില്ല. അപ്പം ആവശ്യമില്ലാത്ത ഒരു ഭീതി എല്ലായിടത്തും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ആദിമസഭയുടെ ചൈതന്യത്തോടു കൂടി ഏത് തുറുങ്കും കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് തുറപ്പിക്കുന്ന രീതിയിലെ വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ, പ്രാർത്ഥനയുടെ, പ്രത്യാശയുടെ ഒരു ജനത ഇവിടെ നിലനിൽക്കത്തോളം കാലം നമ്മളൊന്നുമേ ഭയപ്പെടത്തില്ല, ഒന്നിനെയും ഭയപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാലമെല്ലാം ഓരോരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കർത്താവിൻ്റെ സഭ ജനങ്ങളെ ഒരുക്കത്തുള്ളൂ. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പലതരത്തിലുള്ള ജിഹാദികളെ പരിശുദ്ധ ജിഹാദി പോലും സഭയെ ആക്രമിക്കുന്ന, അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി സഭയെ കരുവാക്കുന്ന വലിയ ആധ്യാത്മിക വിവേചനമുള്ള ഒരു കാലത്ത് അപ്പോസ്തലിക സഭയുടെ പ്രാർത്ഥന, വിശ്വാസ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ,
സമയം നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ നമുക്ക് കുറച്ച് സമയം നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂറുകളുണ്ട്. എപ്പോഴും കൃപാസനത്തിൻ്റെ ഉടമ്പടി ആരാധനയ്ക്ക് ഇപ്പോഴും സമയം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കും മറ്റു ജീവിത സമാശ്വാസ പ്രാർത്ഥനയ്ക്കും ഉടമ്പടി നടത്തിയവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ആരാധന സമയം കുറവാണെന്ന് ഞാൻ പ്രാർത്ഥനയിൽ വിവേചിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. ഇപ്പോൾ നമുക്ക് ദൈവം നല്ല സമയം തന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എന്നെ കരുതുന്നവൻ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് ആരാധന സ്തുതി പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗങ്ങളുള്ളവരെ അതീവ വിശ്വാസത്തോടെയും രോഗാതുരമായ ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ പുതിയ ആൾക്കാരായ ചിലർ കൃപാസനത്തിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതിന് നിങ്ങളെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഗ്ലോബൽ റോസറി ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകൾ മാത്രം കണ്ടാൽ മതി. എത്രയോ മനുഷ്യരാണ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു സാക്ഷ്യം ഗൂഗിൾ മീറ്റിൽ വന്നത്, ഒരു ചേച്ചിയുടെ ബ്രെയിൻ ട്യൂമർ അത്ഭുതകരമായി സുഖപ്പെട്ടതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനിതുപോലെ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞത് ഇതാണ്: മക്കളെ, രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നാ ചെയ്തത്? അവിടെ തലയിലുള്ളിൽ ട്യൂമറാണ്. ഉടനെ അവർ ആ സമയത്ത് ഈശോയുടെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ കീമോതെറാപ്പി ചെയ്തിട്ട് സുഖപ്പെടാതിരുന്ന തലവേദനയുടെ രോഗമുള്ളതാണ്. പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. അപ്പം നീ ഏത് ഭൂഖണ്ഡത്തിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ല, എവിടെയായാലും ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവത്താറയിലാണ്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശിരസ്സിന് വേദനയുള്ളവർ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാകും, കൈവച്ച് പ്രാർത്ഥിക്കണം. മുക്കിൽ നിന്ന് ചോര വരുന്നവരുണ്ടാകും. ചില പ്രത്യേക രോഗമുള്ളവർക്ക് മുക്കിൽ നിന്ന് ചോര വരത്തില്ലേ, അവരും തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണ് കാഴ്ചക്കുറവുള്ളവരും കണ്ണ് തിമിരമുള്ളവരും കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ 2 മാസത്തിനുള്ളിൽ, ഒരു 1.5 മാസത്തിനുള്ളിൽ 4 സാക്ഷ്യങ്ങളാണ്. മുടി ബാൾഡായി പോയ ആൾക്കാരെ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ മുടി കിളിർത്ത് വന്നിരിക്കണത്. അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കാണാൻ പറ്റുമോ? സാക്ഷ്യങ്ങളെല്ലാം നിങ്ങളത് കാണണം. കർത്താവ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സഭ പഠിക്കാൻ വേണ്ടി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വലിയ കാലമാണ്. മനുഷ്യൻ്റെ കണ്ണീരെല്ലാം ഒപ്പിയെടുക്ക് മാറ്റുകയാണ്.
ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ 2004 പറഞ്ഞത്. ദുരന്തം വ്യക്തിപരമായ ദുരന്തമായാലും കുടുംബപരമായ ദുരന്തമായാലും ദേശീയ ദുരന്തമായാലും പരിഹാരം പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് അമ്മ തന്നിരിക്കുന്നത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നിരിക്കുന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂടെ തന്നെയാണ് നമുക്ക് ഉടമ്പടി വന്നത്. ഉടമ്പടിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുത്തിട്ടുള്ള മക്കൾ നിർബന്ധമായിട്ടും ഈ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് അച്ഛൻ പറയാൻ കാരണം, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മനസ്സിനനുസരിച്ച് കൊണ്ടുള്ള ലോകദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ആത്മീയ നടപടിയായിട്ടാണ്, ശുശ്രൂഷയായിട്ടാണ് കൃപാസന ഉടമ്പടി ആരാധന പോണത്. അത് കുടുംബത്തിനും വ്യക്തികൾക്കും എല്ലാം ഒരുപോലെ ദൈവാനുഗ്രഹം തരും. കാര്യം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സാധൂകരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ സഭ ഏറ്റെടുക്കാനും പഠിക്കാനും അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടി വരുമ്പോൾ ദൈവ മനസ്സ് വെളിപ്പെടും. അതിനുവേണ്ടിയാണ് ഈ അടയാളങ്ങളെല്ലാം തരണത്. അപ്പം അത് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിരസ് സംബന്ധമായ മുഴുവൻ രോഗങ്ങളുള്ളവരാണ്. തൈറോയ്ഡ് രോഗമുള്ളവരും സ്പണ്ടിലോസിസ് രോഗങ്ങളുള്ളവരുണ്ടാകും. അതുപോലെ തന്നെ ടോൺസൈറ്റ് രോഗങ്ങളുണ്ടാകാം. തൊണ്ടയിൽ കുരുക്കളുള്ളവരുണ്ടാകാം. തൊണ്ടയിൽ ചിലപ്പോൾ അകത്തുള്ള തൊലി പൊളിഞ്ഞു പോകുന്നവരുണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ രോഗികളെ അത് ബോധത്തോട് കൈവെക്കേണ്ടതാണ്. പല്ല് കൊഴിഞ്ഞു പോണവരെ, എപ്പോഴും തലനിറങ്ങുന്നവരുണ്ടാകും. അവരെല്ലാം തലയിൽ കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പാ, സ്വർഗീയപ്പ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൈവർത്തി പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തിരുമുഴുവാർന്ന വലതുകരം ഓരോ മക്കളുടെ ഇപ്പോഴും ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അടിപ്പുറ പോലെ, വൈദാഘാതം പോലെ സംബന്ധമായ രോഗങ്ങൾ, തലച്ചോറിലെ കുരുക്കള്, സിസ്റ്റുകളെല്ലാം ഇപ്പോഴും നിർവീര്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തിയെ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങ് കൈ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെ പോലെ നടപടി 4:30 പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങനെ കൈ ഉയർത്തണമേ. രോഗങ്ങള്, സ്ഥിര സംബന്ധമായ രോഗങ്ങള് യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടുന്നു. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, പാൻക്രിയാസ് രോഗികള്, ക്ഷയരോഗികള്, നെഞ്ചിന് കഞ്ചക്ഷനുള്ള കൊറോണ രോഗികള്, ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ചി കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരീകരണം ലഭിക്കാൻ ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 35 വർഷത്തെ പൗരോഹിത്യത്തെ കർത്താവേ നീ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, ശ്വാസകോശ രോഗികളുടെ ശ്വാസകോശങ്ങൾ കഴുകണമേ. ഹൃദയരോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്തത്തെ കഴുകണമേ. കരൾ രോഗികൾ, മഹോദ രോഗികള്,
പങ്ക്രിയാസ് രോഗികളെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പക്കിന് വേദനയുള്ളവരെ കർത്താവ് കാണിച്ചു തന്നിരുന്നു. നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത്, നെഞ്ചകം പ്രാർത്ഥിക്കുന്ന സമയത്ത് പക്കിന് വേദനയുള്ളവരെ, ഒരുപക്ഷെ അസ്ഥികൾ അവർ ദ്രഹിക്കുന്നവരാകാം, ചില സമയത്ത് കൈപൊക്കാൻ പറ്റാത്തവരാകാം, അവരെ കർത്താവ് സുഖപ്പെടുത്തിയ സന്ദേശമുണ്ട്. നിങ്ങൾക്ക് അനുഭവമുള്ളവർ ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേദനക്കാരിയാണ്. നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ വസ്തിപ്രദേശത്ത് വേദനയുള്ളവരെ, ഇരിക്കാൻ പറ്റാത്ത, എഴുന്നേക്കാൻ പറ്റാത്തവരൊക്കെ വസ്തിപ്രദേശത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കുടൽ രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റില രോഗികൾ, PCOD രോഗികളെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും അടിവയച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായിരുന്നു, 19 വർഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായതാണ്. മലം പോകാതെ പലപ്പോഴും വയറിങ്ങനെ തട്ടിപ്പിടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് 19 ദിവസത്തിനുള്ളിലേ അവർ പൂർണ്ണമായി സുഖപ്പെട്ടു. അവർക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിന് ലിങ്ക് എടുത്ത് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവർ, ഇപ്പോൾ നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടൽ ചുരുങ്ങുന്നവരുണ്ട്, കുടലിൽ കുരുക്കുള്ളവരുണ്ട്, അൾസർ രോഗികളുണ്ട്, അർസിസ് രോഗികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴേ അതില്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല. അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നീറ്റലും ഊത്തലും വേദനയും ഉറക്കമില്ലായ്മയും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത എന്തുമാത്രം വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദയവായി, എനിക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആ രോഗമുള്ളവർക്ക് സൗഖ്യപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് യേശുനാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമേ. ഈശോ നിന്റെ തിരുമുമ്പാർന്ന ആണിപ്രധാന അത്ഭുതകരത്താൽ അങ്ങ് കിഡ്നി രോഗികളെ സ്പർശിക്കണം. ഈശോ കിഡ്നി കല്ലുള്ളവരെ സ്പർശിക്കണം. കർത്താവേ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വസ്തുപ്രദേശത്തെ വേദനകളും നീതികളും, ഈശോ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വാധീന കുറവുകളും, യേശു ഉന്നതമായ നാമത്തിൽ PCOD രോഗങ്ങളെ, കർത്താവേ, എല്ലാവിധ നടുവേദനകളും കിഡ്നി രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വാതരോഗികൾ, കാലിലും ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന വിസർപ്പ സോറിയാസിസ് രോഗികൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം സിസ്റ്റായിട്ടിരുന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, അസ്ഥി പൊടിയുന്ന രോഗികൾ, അസ്ഥി ഉരുക്കമുള്ള രോഗികൾ, ശരീരം മൊത്തം ചൂടാകുന്ന രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അവരെല്ലാം കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പ, നടപടി 4:30 പ്രാർത്ഥിക്കുന്നു. അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും അപ്പാ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉള്ളംകാലം ഉച്ചവരെ യേശുക്രിസ്തു നാമത്തിലെ മാർഗ രോഗങ്ങൾ, തിരവ്യാധികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസപൂർവ്വം കൈകള് സ്വസ്തിക വെച്ചിട്ട് ശരീരം മുഴുവനും ഉള്ളംകാലം അത് ഉച്ചവരെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. വിശ്വാസപൂർവ്വം കൈ സ്വസ്തിരോ വെച്ചിട്ട് ശരീരം മുഴുവൻ ഉള്ളംകാലം അത് ഉച്ചവരെ പരിശുദ്ധ കുർബാന കേൾപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഉള്ളംകാലം ഉച്ചവരെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കഴുകണമേ. കർത്താവേ, കർത്താവേ, ഉള്ളംകാലം ഉച്ചവരെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ. കർത്താവേ, കർത്താവേ, ത്വക്ക് രോഗങ്ങള് അങ്ങനെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, ഇപ്പോഴേ അത്ഭുതകരമായി അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗങ്ങള് വാദരോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, മുടി കൊഴിയുന്നവരെ, കുരുക്കള്, ചൊറികള്, ചിരങ്ങുകള്, സോറിയാസിസുകള് വരുന്നവരെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഓ കർത്താവേ അങ്ങ് കഴുകണമേ. അങ്ങ് കഴുകണമേ. ശരീരത്തിലെ അസ്ഥികൾ മുറിച്ചിട്ട് കമ്പിയിട്ടിരിക്കുന്നവരെ പ്രശ്നം മൂലം പല പല അന്യപദാർത്ഥങ്ങള് ശരീരത്തിലെ കടുപ്പിച്ചിരിക്കുന്നവരെ കർത്താവേ അങ്ങയുടെ നാമത്തിലെ പലതരത്തിലുള്ള നടക്കാനും കിടക്കാനും ജോലി ചെയ്യാനും ആവശ്യത അനുഭവിക്കുന്നവരെ യേശുവിന്റെ നാമത്തിലെ എഴുന്നേറ്റ് നടക്കട്ടെ. ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ, ജോലിയില്ലാത്തവരെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത് വരുമാനമില്ലാത്തവർ, കടം കയറി വിഷമിക്കുന്നവരെ, അതിന് വരുമാന മാർഗങ്ങൾ ജോലി ഉണ്ടായിട്ട് വ്യവസായങ്ങൾ വ്യാപാരങ്ങളൊക്കെ ക്ഷയിച്ചു പോയവരെ, വീടില്ലാത്തവരെ, നിങ്ങൾ ഓർക്കുക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ 7 പേർക്ക് കർത്താവ് നാളെ, അതാണ് സാക്ഷാത് ഞാൻ ഡേറ്റ് പാടിയിടുന്നത്, നാളെ തന്നെ വീടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അത് മെസ്സേജും വഴിയാണത് പറയണത്, ആ സന്ദേശം പറയണത്. നമ്മുടെ പതകൻ ഇരുന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് ഇങ്ങനെ കുരുവെച്ച് പഴുപ്പ് വരുന്ന ഒരു രോഗിയുണ്ട്, പ്രത്യേകിച്ച് ഇടത് പതകിന്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ അസ്ഥിക്കുഴകളെ കണ്ണിക്കണ സ്ഥലത്ത്, അസ്ഥിക്കുഴകളെ സന്ധിക്കണ സ്ഥലത്ത് ചിലപ്പോൾ അതിൻ്റെ പാക്കേജ് പോകുന്നത് എന്തുകൊണ്ടാണ്, അത് എന്ത് ആണെന്ന് അച്ഛൻ അറിയത്തില്ല. അവിടെ അവശതയും രോഗവും വേദന അനുഭവിക്കുന്നത് കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. 34 വയസ്സുള്ള രോഗികൾ, വിവാഹം ഒത്തുവരാത്തവർ പ്രത്യേകം ഇപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം.
ജോലി അകലങ്ങളിൽ ജോലി പെട്ടുപോയവർ, അവിടെ ജോലി കിട്ടണമില്ല, അവർ ലോക്ക്ഡൗണിലുമാണ്, അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല, ജോലി അന്വേഷിക്കാനും പറ്റണില്ല, അവർ ടെസ്റ്റ് എഴുതിയൊരു ജോലി കിട്ടാത്തവർ, ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ ജോലി ഒന്നുമില്ലാതെ വിഷമിക്കുന്നവർ, നാണം കെട്ട് ജീവിക്കുന്നവരുണ്ട്. കാര്യം ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഔദാര്യത ജീവിച്ചിട്ട് അവരുടെ മുഖം മൊന്തയും വെളുത്ത ചോറും കറുത്ത മുഖം എന്ന് പറഞ്ഞ പോലെയൊക്കെ മാനസിക പീഡ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ സാക്ഷ്യം പറയണം. ഇത് എന്താ വെച്ചാൽ ഇത് കർത്താവ് കാണിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാം ഉള്ളം നൊന്തും വേദനിക്കണ എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. ഈശോ അവൻ്റെ മേലും കർത്താവ് കൈകൾ വെക്കും. ഒരു കാലത്ത് അവർക്ക് 24 ദിവസത്തിനുള്ളിൽ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും. കർത്താവെ, നീ കാണിച്ചു തരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവെ, നീ വലിയ സന്ധിപ്പും കാരുണ്യം കാണിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഈശോ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിസ്സഹായ കഴിയുന്നവരുണ്ട്. അവർ മരിച്ചു പോയതിൻ്റെ പേര് സന്ധിപ്പ് പോയതിൻ്റെ പേര് മറ്റുള്ളവർ മേക്കെട്ട് കയറുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം അവരുടെ വേദന നീ ഏറ്റെടുക്കുന്നത് നന്ദി പറയുന്നു കർത്താവെ. ഈശോ ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ കർത്താവേ, IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ, OET പോലുള്ള പരീക്ഷകൾ എഴുതിയിട്ട് തെറ്റിപ്പോയവരെ, അതുപോലെ വേദന അനുഭവിക്കുന്നവരെ, റിസൾട്ടിനെ കർത്താവ് ആശങ്കയോടെ കാത്തിരിക്കുന്നവരെ ഈശോ എല്ലാവരെയും കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകളെ, നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അങ്ങ് സ്പർശിക്കുന്ന കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭ എത്തിക്കാർത്തി കുശിൻ്റെ അടയാളത്തിൽ ഈശോ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. എൻ്റെ മക്കൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആരാധനയുടെ ആശീർവാദം മേടിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ ഏതെങ്കിലും വിഷയം വിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക.